Welcome to the course on Power Generation, Transmission and Protection. We are discussing Module 4. In Module 4, today we are entering to Flexible AC Transmission System. എന്താണ് ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റം, അതിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് സ്റ്റാറ്റിക് പവർ കോമ്പൻസേറ്റേഴ്സ്, അതിൻ്റെ കോൺഫിഗറേഷൻ, FC+ TCR കോൺഫിഗറേഷൻ എന്താണ് സീരീസ് കോമ്പൻസേഷൻ, എന്താണ് TCSC, ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫാക്ട് സിസ്റ്റം. എന്താണ് ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റം? Flexible alternating current transmission system. Okay, it composed of static equipment. എന്തിനു വേണ്ടിയിട്ടാണ്? എ സി ട്രാൻസ്മിഷൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നമ്മൾ ഫാക്ട് ഡിവൈസുകൾ അസോസിയേറ്റ് ചെയ്യുന്നത് എ സി ട്രാൻസ്മിഷന്റെ കേസിൽ? ഇറ്റ് വിൽ ഇൻക്രീസ് ദ റിലയബിലിറ്റി ഓഫ് എ സി ഗ്രിഡ്, അല്ലേ? എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്? പവർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും, ഫ്രം ജനറേഷൻ ത്രൂ ട്രാൻസ്മിഷൻ down to private and industrial consumers എന്ന് പറയാം നമുക്ക്, അല്ലേ? Okay, also we can say that there will be better utilization of network and increased availability and reliability as well as improved network stability. Okay, can be achieved along with the higher supply quality. Okay, what is the actual need of ഫാക്ട് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഫ്ലെക്സിബിൾ ആൾട്ടർനേറ്റിംഗ് കറന്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ നീഡ് എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യാൻ കാര്യം? ഓക്കെ, ഇറ്റ് വിൽ ഇൻക്രീസ് ദ പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഓൾസോ ദ പവർ ഫ്ലോ, നമ്മൾ ഏത് റൂട്ടിലൂടെയാണോ ഡെസ്റ്റിനേറ്റ് റൂട്ടിലൂടെ ആയിരിക്കും നമ്മൾ പവർ ഫ്ലോ നടത്തേണ്ടത്. സോ പവർ ഫ്ലോ ഈസ് ടു ബി കെപ്റ്റ് ഓവർ ദ designated routes. So these are the two needs of flexible alternating current transmission system. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഓക്കെ, ദ റിയാക്റ്റീവ് പവർ ഫ്ലോ ഇൻ ദ ലൈൻ ക്യാൻ ബി ഡിക്രീസ്ഡ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലൈൻസിലൂടെ കൂടുതൽ ആക്റ്റീവ് പവറിനെ നമുക്ക് ക്യാരി ചെയ്യാൻ സാധിപ്പിക്കും. ഓക്കെ, ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒപ്റ്റിമം പവർ ട്രാൻസ്മിഷൻ, നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈൻ ഇംപിഡൻസ് ആംഗിളും വോൾട്ടേജും കൺട്രോൾ ചെയ്തുകൊണ്ട് പവർ ഫ്ലോ ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓൾസോ ഇറ്റ് സപ്പോർട്ട്സ് ദ പവർ സിസ്റ്റം സെക്യൂരിറ്റി ബൈ ഇൻക്രീസിംഗ് ദ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി. ഓൾസോ ഇറ്റ് ലിമിറ്റ്സ് overloads and short circuit current. Okay, the loading capacity of the line is greatly increased. So upgrading of line അങ്ങനെ ഒരു കേസ് നമുക്ക് പോസിബിൾ ആണ്. Okay, also it limits the impact of fault and equipment failures. Also fact devices helps in reducing damage of various equipments. Okay, fault ഒക്കെ കുറച്ചുകൊണ്ട് എക്യുപ്മെന്റ്സിന്റെ ഡാമേജിനെ അത് മാക്സിമം ഒഴിവാക്കുന്നുണ്ട്. Also, there is an increase in utilization of low-cost generation due to cost-effective enhancement of transmission line capacity. പിന്നെന്താണ്? Also, it helps in damping out the oscillations എന്നിട്ടോ it avoids damage of various equipments. Okay, ഇനി നമുക്ക് സ്റ്റാറ്റിക് വർക്ക് കോമ്പൻസേറ്റർ എന്താന്ന് നോക്കാം. ഓക്കെ, സ്റ്റാറ്റിക് വർക്ക് കോമ്പൻസേറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊവൈഡിങ് ഫാസ്റ്റ് ആക്ടിങ് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്. ഓക്കെ, SVCs എന്ന് പറയുമ്പോൾ ഇസ് ദ പാർട്ട് ഓഫ് ഫാക്ട് ഫാമിലി ടു റെഗുലേറ്റ് വോൾട്ടേജ്, പവർ ഫാക്ടർ ആൻഡ് ഹാർമോണിക്സ്, ഓൾസോ ടു സ്റ്റെബിലൈസ് ദ എൻറ്റയർ പവർ സിസ്റ്റം. ഓക്കെ, പിന്നെന്താണ്? ഈ സ്റ്റാറ്റിക് വർക്ക് കോമ്പൻസേറ്റേഴ്സിന്റെ കേസിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു മൂവിംഗ് പാർട്ട് ഇല്ല. എന്താ അത് മൂവിംഗ് പാർട്ട് ഇല്ല എന്ന് പറയാൻ കാര്യം? ഓക്കെ, ആകെ ഇന്റേണൽ സ്വിച്ച് ഗിയേഴ്സ് മാത്രമേ മൂവിംഗ് ആയിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം സ്റ്റാറ്റിക്. അതുകൊണ്ടാണ് അതിനെ സ്റ്റാറ്റിക് വർക്ക് കോമ്പൻസേറ്റേഴ്സ് എന്ന് പറയാൻ കാര്യം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് SVC, അതായത് സ്റ്റാറ്റിക് വർക്ക് കോമ്പൻസേറ്റർ. ഇറ്റ് ഈസ് എ ഓട്ടോമേറ്റഡ് ഇംപിഡൻസ് മാച്ചിങ് ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഡിസൈൻ to bring the system closer to the unity power factor. Okay,
ഇപ്പം ലാഗിങ് ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് കൊടുത്തുകൊണ്ട് അതിന് റിയാക്റ്റീവ് പവർ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും നമ്മളതിനെ ലീഡിങ് ആക്കും. പിന്നെ അതുകൂടാതെ ലീഡിങ് ആണെങ്കിൽ അതിനെ ലാഗിങ് ആക്കും. മീൻസ് ഓൾമോസ്റ്റ് അതിൻ്റെ പവർ ഫാക്ടർ എന്ത് ചെയ്യും നമ്മൾ യൂണിറ്റിയിൽ പിടിച്ചു നിർത്താൻ നോക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് പവർ കോമ്പൻസേറ്റർ അല്ലെങ്കിൽ വോൾട്ടാംപിയർ റിയാക്റ്റീവ് കോമ്പൻസേറ്റർ അല്ലെങ്കിൽ സിംപ്ലി റിയാക്റ്റീവ് പവർ കോമ്പൻസേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, SVCs നമുക്ക് രണ്ട് പ്രധാന സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ദ പവർ സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ട്? ടു റെഗുലേറ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കണക്റ്റഡ് നിയർ ദ ലാർജ് ഇൻഡസ്ട്രിയൽ ലോഡ്സ് ടു ഇംപ്രൂവ് പവർ ക്വാളിറ്റി. ആദ്യത്തെ കേസിൽ അതിനെ ട്രാൻസ്മിഷൻ SVC എന്ന് വിളിക്കാം. രണ്ടാമത്തേത് അത് ഇൻഡസ്ട്രിയൽ SVC ആണ്. ഓക്കെ, ആദ്യത്തേത് ട്രാൻസ്മിഷൻ SVC ആണെങ്കിൽ രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ SVC ആണ്. ഓക്കെ, അപ്പം എന്താണ് ആക്ച്വലി നമ്മുടെ ഈ SVCs ചെയ്യുന്നത്? ഇറ്റ് ജനറേറ്റ്സ് റിയാക്റ്റീവ് പവർ അല്ലേ, ബൈ സ്വിച്ചിങ് കപ്പാസിറ്റർ ബാങ്ക്സ് വെൻ സിസ്റ്റം വോൾട്ടേജ് ഈസ് ലോ ഓർ ലോഡ് ആർ ഇൻഡക്റ്റീവ്. ഓക്കെ, ലോഡ് ഇൻഡക്റ്റീവോ സിസ്റ്റം വോൾട്ടേജ് കുറവാകുമ്പോൾ എന്ത് ചെയ്യും? റിയാക്റ്റീവ് പവർ അത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്? SVC അബ്സോർബ് ചെയ്യുന്നത്. SVC അബ്സോർബ് റിയാക്റ്റീവ് പവർ എപ്പോഴായിരിക്കും? വെൻ സിസ്റ്റം വോൾട്ടേജ് ഈസ് ഹൈ ഓർ ലോഡ്സ് ആർ കപ്പാസിറ്റീവ്. ആ കേസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, SVC അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഓൾമോസ്റ്റ് പവർ ഫാക്ടർ യൂണിറ്റി ആക്കാനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടാവും. സോ വി ക്യാൻ സേ ദാറ്റ് ഇംപ്രൂവ്സ് പവർ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി. Also it dampens out all oscillations. Okay, next നമുക്കൊരു തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി വേരിയബിളും ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു കപ്പാസിറ്റർ ബാങ്കിന്റെ കൂടാണ് ഇത് ചെയ്യുന്നത്. സോ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? ഒരു കണ്ടിന്യൂസ്ലി വേരിയബിൾ ലീഡിങ് ഓർ ലാഗിങ് പവർ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന്റെ കേസിലോട്ട് ആവുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്റ്റാറ്റിക് പവർ കോമ്പൻസേറ്റേഴ്സ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഹൈ ആൻഡ് റാപ്പിഡ്ലി വേരിയിങ് ലോഡിന്റെ സൈഡിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഫർണസസിന്റെ ഒക്കെ അടുത്ത്. സോ ദേ ക്യാൻ സ്മൂത്ത് ഫ്ലിക്കർ വോൾട്ടേജ്. ഓക്കെ, also this SVC comprises one or more banks of fixed or switched shunt capacitors or reactors എന്ന് പറയാം. ഓക്കെ, അതിൽ എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് വൺ ബാങ്ക് ഈ സ്വിച്ച്ഡ് ബൈ തൈറിസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, in this figure you can see the one line diagram of typical SVC configuration. Okay, here it is employed by a thyristor controlled reactor ഉണ്ട്, പിന്നെ ഒരു thyristor switched capacitor ഉണ്ട്, കൂടാതെ ഒരു ഹാർമോണിക് ഫിൽട്ടർ ഉണ്ട്, ഒരു മെക്കാനിക്കലി സ്വിച്ച്ഡ് കപ്പാസിറ്റർ ആൻഡ് മെക്കാനിക്കലി സ്വിച്ച്ഡ് റിയാക്ടർ ഉണ്ട്. ഓക്കെ, ആക്ച്വലി ഒരു സ്റ്റാറ്റിക് പവർ കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ തൈറിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റേഴ്സ് TSC ആൻഡ് എ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടേഴ്സ് TCRs രണ്ടും ചേരുന്നതായിരിക്കും. ഓക്കെ, ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് കപ്പാസിറ്റർ സ്വിച്ചിങ് ആൻഡ് റിയാക്ടർ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ VAR ഔട്ട്പുട്ട് ക്യാൻ ബി വേരിഡ് കണ്ടിന്യൂസ്ലി ബിറ്റ്വീൻ കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റേറ്റിംഗ് ഓഫ് ദ എക്യുപ്മെന്റ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദ കോമ്പൻസേറ്റർ ഈസ് നോർമലി ഓപ്പറേറ്റഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം അറ്റ് ദ സെലക്ടഡ് ടെർമിനൽസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ എൻ്റർ ഇൻ ടു ഫിക്സഡ് കപ്പാസിറ്റർ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ, FCTCR എന്ന് വിളിക്കാം. ഓക്കെ, FCTCR എന്ന് പറയുമ്പം ഒരു ഷണ്ട് കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇൻ പാരലൽ വിത്ത് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ അക്രോസ് ദ ട്രാൻസ്മിഷൻ ലൈൻ. അതിന്റെ ഒരു ഫിഗർ ആണ് നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിനകത്ത് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ അല്ലെങ്കിൽ TCR എന്ന് പറയുന്നത് ഇറ്റ് ഓൺലി പ്രൊവൈഡ്സ് കണ്ടിന്യൂസ്ലി കൺട്രോളബിൾ റിയാക്റ്റീവ് പവർ. ഏതിന്റെ കേസിൽ മാത്രമേ പറ്റുള്ളൂ? അത് ലാഗിങ് പവർ ഫാക്ടർ റേഞ്ചിൽ മാത്രമേ അത് നടക്കുള്ളൂ. സോ നമുക്ക് അതിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. ഏതിലോട്ട്? ലീഡിങ് പവർ ഫാക്ടർ ഡൊമൈനിലോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫിക്സഡ് കപ്പാസിറ്റർ ബാങ്ക് എന്ന് പറയുന്നത് ഇതിന് ഷണ്ടായിട്ട് കണക്ട് ചെയ്തത്, TCRന് ഷണ്ടായിട്ട് ഒരു ഫിക്സഡ് കപ്പാസിറ്റർ ബാങ്ക് കണക്ട് ചെയ്തു. ഓക്കെ, ദിസ് ഫിക്സഡ് കപ്പാസിറ്റർ ബാങ്ക് യൂഷ്വലി കണക്റ്റഡ് ഇൻ സ്റ്റാർ കോൺഫിഗറേഷൻ. ഓക്കെ, ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു മോർ ദാൻ വൺ ഫേസ്. ഓക്കെ, അതിൽ ഓരോ കപ്പാസിറ്ററും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ത്? എ സ്മോൾ
ട്യൂണിങ് ഇൻഡക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. അത് സീരീസിലാണ് കണക്ട് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യും? ട്യൂൺ ചെയ്യും. എന്തിന്? ആ ബ്രാഞ്ചിനെ ട്യൂൺ ചെയ്യും ടു ആക്ട് ആസ് എ ഫിൽട്ടർ ഫോർ സ്പെസിഫിക് ഹാർമോണിക് ഓർഡർ. ഓക്കെ, ഈ FCTCRൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ലോസസ് ആണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് വൺ കപ്പാസിറ്റർ ലോസസ്. ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്മോൾ ആണ്, പക്ഷേ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, റിയാക്ടർ ലോസസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് വിൽ ഇൻക്രീസ് വിത്ത് സ്ക്വയർ ഓഫ് കറണ്ട്. ഓൾസോ തൈറിസ്റ്റർ ലോസസ് ഉണ്ട്. This also almost linearly. This also increase almost linearly with the current. Okay, so we can say that total losses will increase with the increase in TCR current എന്ന് പറയാം. ഓക്കെ, അടുത്തത് നമുക്ക് സീരീസ് കോമ്പൻസേഷൻ എന്താന്ന് നോക്കാം. സീരീസ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെത്തേഡ് ഫോർ ഇംപ്രൂവിംഗ് ദ സിസ്റ്റം വോൾട്ടേജ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ കണക്ടിങ് എ കപ്പാസിറ്റർ. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇൻ സീരീസ് വിത്ത് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ റിയാക്റ്റീവ് പവർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്? ഇൻ സീരീസ് വിത്ത് ട്രാൻസ്മിഷൻ ലൈൻ ടു ഇംപ്രൂവിങ് ദ ഇംപെഡൻസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ ആൻഡ് അൾട്രാ ഹൈ വോൾട്ടേജ് ലൈനിന്റെ കേസിലാണ്. ഓക്കെ, ഓൾസോ വി ക്യാൻ സേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സ്റ്റെബിലിറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവുന്നതുകൊണ്ട് സീരീസ് കോമ്പൻസേഷൻ ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി ഓഫ് ദ എൻറ്റയർ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, പവർ ട്രാൻസ്ഫർ ഓവർ എ ലൈൻ കോമ്പൻസേഷൻ ഇല്ലാത്ത, അതായത് ബിഫോർ കോമ്പൻസേഷൻ നമുക്ക് പറയാം ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫർ പെർ ഫേസിന്റെ ഇക്വേഷൻ VS/VR ഡിവൈഡഡ് ബൈ XL ഇൻറ്റു സൈൻ ഡെൽറ്റ ആണ്. വേർ VS ഈസ് ദ സെൻഡിങ് എൻഡ് വോൾട്ടേജ് phase per phase value ആണ്. VR is the receiving end phase voltage. XL is the series inductive reactance of the cable and delta is the phase angle between VS and VR. Okay, if നമ്മളൊരു കപ്പാസിറ്റർ, അതിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് XC ആണ്. It is connected in series with the line. ലൈനിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. So we can say that the reactance of the line reduce ചെയ്യും. From XL to XL minus XC ആയിട്ട് അത് reduce ചെയ്യും. അപ്പം റിസീവിംഗ് എൻഡിലെ പവർ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? VS/VR ഡിവൈഡഡ് ബൈ XL മൈനസ് XC ഇൻറ്റു സൈൻ ഡെൽറ്റ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ റേഷ്യോ എടുക്കുവാണെങ്കിൽ P2 ഡിവൈഡഡ് ബൈ P1 എന്തായിട്ട് മാറി? XL ഡിവൈഡഡ് ബൈ XL മൈനസ് XC എന്നാവും. സിംപ്ലിഫൈ ചെയ്യുമ്പം 1/1 മൈനസ് XC ഡിവൈഡഡ് ബൈ XL എന്നാവും. അത് 1/1 മൈനസ് K എന്ന് കൊടുക്കാം. വേർ K ഈസ് XC ബൈ XL എന്ന് എഴുതാം. എനിക്ക് K ഞാൻ വിളിക്കുന്ന പേര് ഡിഗ്രി ഓഫ് കോമ്പൻസേഷൻ ഓർ കോമ്പൻസേഷൻ ഫാക്ടർ എന്നാണ്. ഇനി ഫേസ് ആംഗിളിന്റെ വാല്യൂ ഡെൽറ്റ ഇൻ കേസ് ഓഫ് സീരീസ് ഇംപെഡൻസ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ അൺകോമ്പൻസേറ്റഡ് ലൈൻ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് റിഡ്യൂസ്ഡ് വാല്യൂ ഓഫ് ഡെൽറ്റ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഹയർ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാം നമുക്ക്. നെക്സ്റ്റ് നമുക്ക് തൈറിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ എന്താണെന്ന് നോക്കാം. TCSC. ഓക്കെ, ഫിഗർ നോക്കാം, കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. തൈറിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കോമ്പൻസേറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് എ സീരീസ് കോമ്പൻസേറ്റിംഗ് കപ്പാസിറ്റർ. ഓക്കെ, അതിന് പാരലായിട്ട് എന്തുണ്ട്? 2 പാരലൽ കണക്റ്റഡ് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് പറയാം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ട് ഡിവൈസസ്. ഓക്കെ, വിച്ച് ആർ മെയിൻലി യൂസ്ഡ് ടു കൺട്രോൾ ആക്റ്റീവ് പവർ ഫ്ലോ ഇൻ ദ സിസ്റ്റം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ട്രാൻസ്മിഷൻ കപ്പാസിറ്റി, നമുക്ക് പവർ ലൈനിന്റെ കേസിൽ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ എ സീരീസ് ടു ലൈൻ ആൻഡ് ഇറ്റ് ഓൾസോ അലോസ് ടു ചേഞ്ചിങ് ദ ഇംപെഡൻസ് ഓഫ് ദ ട്രാൻസ്മിഷൻ പാത്ത് ഓൾസോ വിത്തൗട്ട് ആൻഡ് ദസ് എഫക്റ്റിംഗ് ദ പവർ ഫ്ലോസ്. ഓക്കെ, കുറെ കൂടെ കൺട്രോൾ ഫാസ്റ്റ് ആണ്, എഫിഷ്യന്റും ആണ്. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഈ പവർ ഇതെന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റഡ് പവറിന്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റും കമ്പയറിംഗ് ടു അതർ കോമ്പൻസേഷൻ സിസ്റ്റംസ്. ഒരു ബേസിക് കൺസെപ്ച്വൽ TCSC മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി കൺസിസ്റ്റിംഗ് ഓഫ് എ സീരീസ് കപ്പാസിറ്റർ C. ഓക്കെ, ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ L ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ച പോലെയാണ് ആ കണക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ കേസിൽ
നമ്മൾ ഇതിന്റെ കൂടെ ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും വിത്ത് സീരീസ് കപ്പാസിറ്റർ. ഓക്കെ, ആക്ച്വൽ കേസിൽ പറയുകയാണെങ്കിൽ ഈ TCSC എന്ന് പറയുന്നത് ഇറ്റ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് കാസ്കേഡ് കോമ്പിനേഷൻ ഓഫ് മെനി സച്ച് TCSC മൊഡ്യൂൾസ്. അതായത് ഒരുപാട് TCSC മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യും, കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടുഗദർ വിത്ത് എ ഫിക്സഡ് സീരീസ് കപ്പാസിറ്റർ CP എന്ന് പറയാം. ഓക്കെ, എന്തിനാണ് ആ സീരീസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മിനിമൈസ് ദ കോസ്റ്റ് ആൻഡ് മോർ എഫിഷ്യൻ്റ്ലി വി ക്യാൻ പവർ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ഓക്കെ, ഈ പറഞ്ഞ കാസ്കേഡ് കോമ്പിനേഷൻ നമ്മൾ ഫിഗർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതിനകത്ത് C1 C2 അപ് ടു CN എന്ന് പറയുന്നത് ഇൻ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഓഫ് TCSC എന്തിനാണ്, മേ ബി ഡിഫറെൻറ്റ് വാല്യൂസ്, അതിൻ്റെ എല്ലാം വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും ടു പ്രൊവൈഡ് വൈഡർ റേഞ്ച് ഓഫ് റിയാക്റ്റൻസ് കൺട്രോൾ. ഓക്കെ, ഓൾസോ വി ക്യാൻ സീ ദാറ്റ് ദ ചേഞ്ച് ഓഫ് ഇംപിഡൻസ് ഇൻ TCSC എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം, ബൈ ചേഞ്ചിങ് ദ തൈറിസ്റ്റർ കൺട്രോൾഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് ദ inductors connected in parallel to the capacitor. So this is the actual case of TCSC module. Okay, so നമ്മൾ ഇന്ന് പഠിച്ചത് ഫ്ലെക്സിബിൾ ആൾട്ടർനേറ്റിംഗ് കറന്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണ്, അതിന്റെ നീഡ്, ബെനിഫിറ്റ്സ്, പിന്നെ അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ഡിവൈസുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.